അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾക്ക് കീഴ്പ്പെടുന്ന ഒരു തീരുമാനവും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയില്ല എന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ കൗൺസിൽ സെക്രട്ടറി അലി ലാർജാനി പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ മുന്നിൽ ആണവ പ്രശ്നങ്ങളല്ല ഉള്ളത്, ഇറാനിലെ ജനങ്ങളോടുള്ള ശത്രുതയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഈ ചർച്ചകൾക്കിടയിൽ ഇറാന്റെ മിസൈൽ പദ്ധതികളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അതിന് ആണവായുധവുമായി ബന്ധമുള്ള കാര്യമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സമാധാനപരമായ ആണവ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ട് പോകും. ഇത് അംഗീകരിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും മതിയാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞ പോലെ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ട് രാഷ്ട്രങ്ങളും. ഇറാൻ വീണ്ടും അവരുടെ ശക്തി പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രയേൽ വീണ്ടും ആക്രമിക്കുമെന്ന സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ശക്തമായി അവരുടെ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഫീൽസ് ദി ജോബ് ഈസ് അൺഫിനിഷ്ഡ് ആൻഡ് സീസ് നോ റീസൺ നോട്ട് ടു റീസൺ ദി കോൺഫ്ലിക്റ്റ്. യുദ്ധം തുടങ്ങാതിരിക്കാൻ മറ്റൊരു കാരണവും കാണുന്നില്ല. അതേ സമയത്ത് ഇസ്രായേലിന്റെ ലക്ഷ്യം, അവരുടെ മുന്നിലുള്ള വർക്ക് അവസാനിച്ചിട്ടില്ല എന്നും ന്യൂയോർക്ക് ടൈംസ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വ്യോമതലങ്ങളിലും ഇപ്പോൾ ഇറാൻ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെയും റഷ്യയുടെയും ശക്തമായ പിന്തുണയോടുകൂടെ യുദ്ധവിമാനങ്ങൾ, അതുപോലുള്ള ആകാശ യുദ്ധങ്ങൾക്കുള്ള സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസ് തന്നെ പറഞ്ഞിട്ടുള്ളത്, വാർ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ ഈസ് ഓൺലി എ മാറ്റർ ഓഫ് ദി ടൈം. അതൊരു സമയത്തിന്റെ അനിവാര്യത മാത്രമാണ്, അത് സംഭവിക്കാൻ പോകുന്നതാണ് എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം ഇറാൻ നടത്തുമെന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. അതായത് കഴിഞ്ഞ യുദ്ധത്തിൽ 12 ദിവസത്തിനിടയിൽ 500 മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടതെങ്കിൽ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ 2000 മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ച് ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും അവരുടെ സൈനിക സംവിധാനങ്ങളും ഒക്കെ ഒറ്റയടിക്ക് തന്നെ തകർത്ത് കളയുക എന്ന ലക്ഷ്യമാണ്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ ഇറാന്റെ സംവിധാനങ്ങൾ ഇറാഖിലും യമനിലുമെല്ലാം ഉണ്ട്. അവിടെ നിന്നെല്ലാം ഒരുമിച്ചുള്ള തിരിച്ചടിയിലൂടെ ആയിരിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും പത്രം പറഞ്ഞ പോലെ 2000 മിസൈലുകൾ അല്ല എങ്കിൽ ഒരു വലിയ ക്വാണ്ടിറ്റി തന്നെ ഒരേ നിമിഷം ഉപയോഗിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധിക്കാനുള്ള ശക്തി ഒറ്റയടിക്ക് തന്നെ തകർക്കുക എന്നത് ഇറാന്റെ ലക്ഷ്യമാണ്. എന്തായിരുന്നാലും ഇറാൻ മുന്നോട്ട് കൊണ്ടുവരുന്ന ഓരോ ലക്ഷ്യങ്ങളും അവർ നടപ്പാക്കാറുണ്ട്. എന്തായാലും ഇനിയൊരു യുദ്ധം ഇസ്രായേലും അതുപോലെ ഇറാനും തമ്മിലുണ്ടായാൽ അത് ശക്തമായിരിക്കും. കാരണം